മുകളിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ച് തിരയുക എന്നതിനപ്പുറത്തേക്ക് വളരെ പ്രതീക്ഷ നൽകുന്ന ചില കാര്യങ്ങൾ അവിടെയും സംഭവിക്കുന്നു അല്ലേ? അതെ, ഈ നിർദ്ദേശം എന്ന് പറയുന്നത് ഇവിടുത്തെ സാഹചര്യം പൂർണ്ണമായും അറിയാവുന്നത് ഇവിടെയുള്ള ഈ തെരച്ച് അത്യാധുനിക യന്ത്രം കൈകാര്യം ചെയ്യുന്നവർക്കും ഈ മണ്ണിനെ അറിയാവുന്ന ഇവിടുത്തെ പ്രാദേശികമായി ഉൾപ്പെടെയുള്ള ആളുകൾക്കും അതിലുൾപ്പെട്ടിരിക്കുന്ന രക്ഷാപ്രവർത്തകർക്കും ഒക്കെയാണ്. അപ്പോൾ അപ് ടു 100% അവരുടെ കൈകളിലാണ്. നിർദ്ദേശത്തിനേക്കാൾ ഉപരി ഇവിടെ എന്ത് ചെയ്യണമെന്നുള്ള തീരുമാനവും ഒക്കെ അവരുടെ കൈകളിൽ നിന്നാണ്. കാരണം ഈ നിർദ്ദേശം നേരത്തെ തിരച്ചിൽ തുടരണമോ വേണ്ടയോ എന്നുള്ള ഒരു കാര്യത്തിൽ മാത്രമാണ് ഉണ്ടായത്. തിരച്ചിൽ എങ്ങനെ വേണം, അത് എങ്ങനെ സജ്ജീകരിക്കണം, എന്തെല്ലാം ആധുനിക യന്ത്രങ്ങൾ വേണം, എന്തെല്ലാം ഒരുക്കങ്ങൾ വേണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക, പ്രായോഗികമായി തന്നെ തീരുമാനിക്കണം. അപ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ അപ്പോൾ മറികടന്നു പോകണം. അത്തരത്തിലുള്ള ഒരു തിരച്ചിൽ തന്നെയാണ് നമുക്ക് അനിവാര്യം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയുള്ള ഒരു പ്രതീക്ഷ നമുക്ക് നേരിയ പ്രതീക്ഷയാണ്. പക്ഷേ അതിൽ 100% വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന ഒരു കൂട്ടം ആളുകളെയാണ്, എന്തിനും തയ്യാറായിരിക്കുന്ന സേവാ പ്രവർത്തകരെ ഒരിക്കൽ കൂടി നമ്മൾ ഇവിടെ കാണുന്നു. രാത്രി ഏറെ വൈകിയാലും തിരച്ചിൽ തുടരാൻ അനുകൂലമായ സാഹചര്യമാണെങ്കിൽ തുടരും എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ സൈന്യത്തിന്റെ 2 ഉദ്യോഗസ്ഥർ ആ മേഖലയിലേക്ക് ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ആ സിഗ്നൽ കിട്ടിയ ഒരു പ്രദേശത്തെ പറ്റി ഞാൻ പറഞ്ഞു. അവിടെ സിഗ്നൽ ഉണ്ടാകുമ്പോൾ പോലും മറ്റ് ഇന്റർസെപ്ഷൻസ് ഉണ്ടാകരുത്, മറ്റ് തടസ്സങ്ങൾ ഉണ്ടാകരുത്. അതിന് പ്രധാനം അവിടെ കൂടുതൽ ആളുകൾ ഉണ്ടാകരുത് എന്ന് തന്നെയാണ്. അതാണ് ഒരു യന്ത്രം മാത്രം ഉപയോഗിക്കാനുള്ള കാരണവും കൂടുതൽ ആളുകൾ അങ്ങോട്ടേക്ക് പോകാൻ പെർട്ടിക്കുലർ പോയിന്റിലേക്ക് ആ പ്രത്യേക മേഖലയിലേക്ക് പോകാതിരിക്കാനുള്ള കാരണവുമായി അവർ പറഞ്ഞത്. 2 സൈന്യത്തിന്റെ ഉദ്യോഗസ്ഥർ ആ യന്ത്രത്തിന് മുന്നിലായി നടന്ന് സ്ഥിതിഗതി വിലയിരുത്തുന്നു. ഒപ്പം തന്നെ യന്ത്രത്തിന് നിർദ്ദേശം നൽകുന്നു. NDRFന്റെ കൂടുതൽ സേന മറ്റ് ആവശ്യമായ സാമഗ്രികളൊക്കെ ആയി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അവരിങ്ങനെ നേരത്തെ 2 ഭാഗങ്ങളായി അണിനിരന്ന് വേണ്ട കമാൻഡ് കൊടുത്ത് കൂടുതൽ JCB ഇങ്ങോട്ടേക്ക് എത്തുന്നു എന്നുള്ളതാണ്. JCB ഇവിടെ ഒരുക്കി നിർത്തുകയാണ് ചെയ്തത്. ആ മേഖലയിലേക്ക് പോകില്ല, JCB ഇവിടെ ഒരുക്കി നിർത്തുകയാണ് ചെയ്യുക. ഒരു JCB മാത്രം, ഒരു മണ്ണുമാന്തി യന്ത്രം മാത്രമാണ് അവിടെ നിലവിലുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഉള്ള ക്രമീകരണങ്ങളെല്ലാം സജ്ജമാണെന്ന് വീണ്ടും ആവർത്തിക്കുന്നു. നമുക്ക് എല്ലാ ക്രമീകരണങ്ങളും ഉണ്ട്, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്, ഒരു കൃത്യമായ പ്ലാൻ നമുക്കുണ്ട് ഈ രക്ഷാപ്രവർത്തന ദൗത്യത്തിൽ. പക്ഷേ നമുക്ക് വേണ്ടത് കൃത്യമായ ആ ഒരു പ്രതീക്ഷയ്ക്ക് വേണ്ട ഒരു സിഗ്നലാണ്. അത് ലഭിച്ചതിനനുസരിച്ചായിരിക്കും നമ്മൾ ഇതിൽ മുന്നോട്ട് പോവുക. ഇപ്പോൾ ആ മേഖലയിൽ ഉണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ആ മണ്ണുമാന്തി യന്ത്രത്തിന് മുന്നിൽ നിന്ന് നിർദ്ദേശം നൽകുന്നു. അത്തരത്തിൽ ആ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാകുന്നു. JCB മറ്റൊരു JCB കൂടെ അങ്ങോട്ട് ഇറക്കുകയാണെന്ന് തോന്നുന്നു. അത് ഒരു JCB മാത്രമേ അവിടെ അനിവാര്യമാണെന്ന് പറഞ്ഞുള്ളൂ. പക്ഷേ കൂടുതൽ യന്ത്രങ്ങൾ അതിന് അനിവാര്യമാണോ അതോ അത് അങ്ങോട്ടേക്ക് ഇറക്കുന്നില്ലേ, അങ്ങോട്ടേക്ക് ഒരുക്കി നിർത്തുകയാണോ എന്ന് പരിശോധിക്കണം. അതിലേക്ക് പോകാനുള്ള ആ ഒരു ദിശയിലേക്ക് ഒരു JCB കൂടി എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ആ ദിശയിൽ നിന്നായി ഒരു കാഴ്ചയിലാണ് മറ്റൊരു JCB ഉള്ളത്. അതിന് മുകളിലായി കെട്ടിടത്തിൽ നിന്ന് കുറച്ച് താഴെ ആണ് മറ്റ് JCB എങ്കിൽ കെട്ടിടത്തിന് അരികിലായി മുകൾ വശത്ത് മറ്റൊരു JCB എത്തിയിരിക്കുന്നു. അപ്പോൾ എന്താണ് ഇവരുടെ ഓപ്പറേഷൻ എന്നാണ് ടോർച്ച് ഉൾപ്പെടെ ഉപയോഗിച്ച് ഏറ്റവും സൂക്ഷ്മമായി തന്നെ പരിശോധിച്ചുകൊണ്ട് സാധ്യതകൾ സുരക്ഷ ഉൾപ്പെടെ ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒരു തിരച്ചിൽ, അതാണ് നമുക്ക് അനിവാര്യം. ഈ ഒരു JCB അങ്ങോട്ട് അല്ല, ഈ JCB ഇറക്കുകയല്ല, ഈ JCB മുകൾ ഭാഗത്ത് നിന്ന് മണ്ണ് കോരുന്നു. ഈ JCB കെട്ടിടത്തിന് അടുത്തുള്ള ഭാഗത്ത് നിന്ന് ഈ മണ്ണുമാന്തി യന്ത്രം മണ്ണ് കോരുമ്പോൾ മറ്റൊരു JCB താഴെ നിന്ന് മണ്ണ് നീക്കുന്നു. മുകളിലും താഴെയുമായി 2 മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള തിരച്ചിൽ. താഴെ നിന്നൊരു JCB മണ്ണ് നീക്കുന്നു. അവിടെ സുരക്ഷാ സേനാ അംഗങ്ങളുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്. സുരക്ഷ ഏറ്റവും ഉറപ്പാക്കണം. ഓരോ നിമിഷത്തിലും ആളുകൾ അങ്ങോട്ട് പോകുമ്പോൾ ആവർത്തിക്കുന്നുണ്ട് സൈന്യം. സുരക്ഷ ഉറപ്പാക്കാൻ കൈ ഓർത്ത് കെട്ടിയ ഒരു ബാരിക്കേഡ് പോലെ കെട്ടി സൈന്യം ആളുകളെ അവിടെ നിന്ന് തടയുന്നുണ്ട്. മറ്റാളുകൾ കൂടുതലായൊന്നും ഇവിടെ ഇല്ല. ഇവിടെയുള്ളത് നിലവിൽ സേവാ പ്രവർത്തകരാണ്, മാധ്യമ പ്രവർത്തകരാണ്, ഒപ്പം തന്നെ ഈ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ്. ആ ശാസ്ത്രജ്ഞന്റെ ഒരു സംഘമാണ് റഡാർ എത്തിച്ചിരിക്കുന്ന സ്വകാര്യ ഏജൻസിയാണ്. മുൻകാല അനുഭവങ്ങളുണ്ട്. ആളുകളെ ഇങ്ങനെ ജീവനോടെ രക്ഷപ്പെടുത്തിയ അനുഭവം അവർക്കുണ്ട് എന്നാണ് അവർ കഴിഞ്ഞ മണിക്കൂറിൽ നമ്മോട് പ്രതികരിച്ചത്. അത്തരത്തിൽ 2 JCB, ഒരു JCB താഴെയായി മണ്ണ് മാന്തുന്നു, മറ്റു മുകൾ ഭാഗത്തായി മണ്ണ് മാന്തുന്നു. അതിന് തുണയായിക്കൊണ്ട് സേവാ പ്രവർത്തകർ ഉൾപ്പെടെ ആ മേഖലയിൽ അവരെ സഹായിക്കാനായി ഉണ്ട്. 2 JCB യന്ത്രങ്ങൾ എത്തിച്ചിരിക്കുന്നു. നേരത്തെ ഒരു JCB മാത്രം പ്രവർത്തിച്ചെടുത്ത 2 മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു പ്രവർത്തനം നടക്കുന്നു. മണ്ണ് നീക്കുന്നു. ഈ സിഗ്നൽ കിട്ടിയ ഈ ഒരു മേഖലയിൽ, ഈ ഒരു വ്യാപ്തിയിൽ, ഈ ഒരു അളവിൽ 0.8 മീറ്റർ തൊട്ട്, അതായത് 0.8 നമുക്കറിയാവുന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് ഈ പറയുന്ന മുണ്ടക്കൈയിലേക്ക് JCB എത്തിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഇപ്പൊ സാധ്യമായി. നമുക്ക് ധാരാളം മണ്ണുമാന്തി യന്ത്രങ്ങൾ വേണമെങ്കിൽ അതൊക്കെ എത്തിക്കാൻ കഴിയും. പക്ഷെ ഇത് വളരെ സൂക്ഷ്മമായി നടത്തേണ്ട ഒരു പരിശോധനയാണ്.